എല്ലാവർക്കും നമസ്കാരം. ഞാൻ ഡോക്ടർ ദീപ്തി. ഇന്നത്തെ വിഷയം മോരാണ്. ഇതിനെക്കുറിച്ച് പറയുന്നതിന് മുമ്പ് ഇതെങ്ങനെയാണ് സെറ്റ് ചെയ്തിട്ടുള്ളതെന്ന് പറയാം. 3 എപ്പിസോഡുകളായിട്ടാണ് മോരിൻ്റെ ഗുണങ്ങൾ പറയുന്നത്. അതിൻ്റെ ഒപ്പം എന്തുകൊണ്ട് ഉപയോഗിക്കുന്നു, എങ്ങനെ ഉപയോഗിക്കണം, ഏതൊക്കെ രീതിയിൽ നമ്മൾ പ്രയോജനപ്പെടുത്തണം എന്നുള്ള കാര്യങ്ങൾ ഓരോ എപ്പിസോഡിലും ആദ്യം പറഞ്ഞിട്ടുണ്ട്. പിന്നെ അതിൻ്റെ ഹെൽത്ത് ബെനിഫിറ്റ്സ് ആണ് പറഞ്ഞിരിക്കുന്നത്. അത്രയ്ക്കധികം ആയുർവേദം പറഞ്ഞതുകൊണ്ടാണ് ഇത് 3 എപ്പിസോഡായിട്ട് പറയുന്നത്. അപ്പോൾ ഇന്നത്തെ ഇൻട്രൊഡക്ഷനിൽ നമ്മൾ എന്തുകൊണ്ട് ഉപയോഗിക്കണം എന്നുള്ളതാണ് വിഷയം. ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ തക്രം എന്നാണ് സംസ്കൃതത്തിൽ അറിയപ്പെടുന്നത്. അതുതന്നെയാണ് ആയുർവേദത്തിലും പറയുക. അപ്പോൾ ഇത് അമൃത് പോലെ എന്നാണ് ആയുർവേദം വിശേഷിപ്പിക്കുന്നത്. അങ്ങനെ പറയാനുള്ള കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മൾക്ക് ഓവറോൾ ഹെൽത്തിന് ഏതൊക്കെ തരത്തിലാണ് പ്രയോജനപ്പെടുന്നതെന്ന് നിങ്ങൾ നോക്കൂ. ഞാൻ പറയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. അത്രയും കാര്യത്തിൽ ബെനിഫിഷ്യൽ ആയതുകൊണ്ടാണ് അമൃത് എന്ന് പറഞ്ഞിരിക്കുന്നത്. നമ്മുടെ ആരോഗ്യത്തിനെ മെച്ചപ്പെടുത്തിക്കൊണ്ട് നമ്മളുടെ ആയുസ്സിനും അതേപോലെ ഡേ ടു ഡേ ആക്ടിവിറ്റീസിന് എല്ലാ തരത്തിലും പ്രയോജനപ്പെടുത്താൻ മോരിനൊരു പ്രത്യേക കഴിവുണ്ട്. നമ്മൾ എന്ത് കാര്യം ചെയ്യുമ്പോഴും അതിനെ അറിഞ്ഞ് മനസ്സിലാക്കി, പ്രത്യേകിച്ച് ഭക്ഷണത്തിൻ്റെയൊക്കെ കാര്യത്തിൽ നമ്മൾ അതിൻ്റെ ഹെൽത്ത് ബെനിഫിറ്റ്സൊക്കെ അറിഞ്ഞിട്ട് ചെയ്യുമ്പോൾ അത് നമ്മളുടെ ആരോഗ്യത്തിന് ഏറ്റവും സഹായകമാകും. ഇവിടെ പറയുന്ന ഓരോ കാര്യങ്ങളും ആയുർവേദം എന്ത് പറഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ് ഞാൻ പറയുന്നത്. ഒരു കാരണവശാലും സയൻസ് ഇപ്പോഴത്തെ മോഡേൺ ടെക്നോളജിയൊക്കെ ഉപയോഗിച്ച് എന്ത് കണ്ടുപിടിച്ചു എന്നുള്ളത് അന്നത്തെ പറഞ്ഞ കാര്യങ്ങൾ ഇന്ന് പ്രൂവ് ചെയ്യുന്നു എന്ന് മാത്രമേ ഉള്ളൂ. പക്ഷേ നിങ്ങൾക്ക് എവിടെയെങ്കിലും മനസ്സിലാക്കാതെ ഏതെങ്കിലും ടേംസ് ഞാൻ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ അതൊന്നും കൂടി നിങ്ങൾക്ക് മനസ്സിലാക്കി തരാൻ വേണ്ടി ഈ വാക്കുകൾ എടുത്ത് പറയുന്നുണ്ടാവും. അങ്ങനെ നിങ്ങൾ കാര്യങ്ങളെല്ലാം നന്നായി മനസ്സിലാക്കുക, എന്നിട്ട് നന്നായി പ്രയോജനപ്പെടുത്തുക. ഒരു കാരണവശാലും ആയുർവേദം പറഞ്ഞിരിക്കുന്നത് തൈര് ഉപയോഗിക്കരുതെന്നാണ്. തൈര് പലതരത്തിലുള്ള രോഗങ്ങളെ, അതായത് വളരെ സൂക്ഷ്മമായ നമ്മളുടെ ചാനലുകളെയൊക്കെ ബ്ലോക്ക് ചെയ്ത് പലതരത്തിലുള്ള രോഗത്തിന് കാരണമാവും. ഇതിൻ്റെ ഓപ്പോസിറ്റാണ് മോര് ചെയ്യുക. മോര് നമുക്ക് ആരോഗ്യവും അതുപോലെ ഊർജവും തരുന്നു. അതുകൊണ്ട് മോരിനെ നമ്മൾ എന്തുകൊണ്ട് ഉപയോഗിക്കുന്നു എന്നുള്ളതിൻ്റെ ഉത്തരം അതാണ്. നമ്മൾ മോരിനെ ഏറ്റവും നന്നായി ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തി പോകണം. ഏതൊക്കെ തരത്തിൽ എങ്ങനെയൊക്കെ എന്നുള്ളത് വരും ദിവസങ്ങളിൽ മനസ്സിലാക്കാം. അപ്പോൾ ഏറ്റവും ആദ്യത്തെ ബെനിഫിറ്റ്, ഇവിടെ ത്രിദോഷങ്ങളെ മോര് സമീകരിക്കുന്നു അല്ലെങ്കിൽ ബാലൻസ്ഡ് ആക്കുന്നു എന്ന് പറയുന്നതിൻ്റെ അർത്ഥം, എപ്പോഴൊക്കെയാണോ ഈ ത്രിദോഷങ്ങൾ ഇംബാലൻസ്ഡ് ആവുന്നത്, ദാറ്റ് ലീഡ്സ് ടു ലോട്ട് ഓഫ് ഡിസീസസ്, അതിനെ എപ്പോഴാണോ ബാലൻസ്ഡ് ആക്കി നിലനിർത്തുന്നത് അത് നമ്മുടെ ആരോഗ്യമാണ്. അപ്പോൾ ഇവിടെ ഏറ്റവും കൂടുതൽ വാതകഫത്തിനെ സമീകരിക്കാനാണ് അല്ലെങ്കിൽ ബാലൻസ്ഡ് ആക്കാനാണ് മോര് സഹായിക്കുക. ഇത് രണ്ടും ബാലൻസ്ഡ് ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നാച്ചുറലി പിത്തവും ഇതിൻ്റെ സഹായത്തോടു കൂടി തന്നെ ബാലൻസ്ഡ് ആവും. അപ്പോൾ പുറമേ നിന്നുള്ള ഒരു രോഗാണു ആക്രമിച്ചാലും അല്ലെങ്കിൽ പലതരത്തിലുള്ള രോഗങ്ങൾ നമുക്ക് വരുമ്പോഴും നമ്മുടെ ശരീരത്തിനെ ഈ രീതിയിൽ, ഈ ത്രിദോഷങ്ങൾ എന്ന് പറയുന്നത് ശരീരത്തിനെ കൺസൈസ് ചെയ്ത് പറഞ്ഞിരിക്കുന്ന ഫോമാണ്. അപ്പോൾ ഈ രീതിയിൽ ശരീരത്തിനെ മനസ്സിലാക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ ശരീരത്തിനെ നമുക്ക് ഹാൻഡിൽ ചെയ്യാൻ എളുപ്പമാണ്. അതുകൊണ്ടാണ് ആയുർവേദം ആ രീതിയിൽ പറഞ്ഞിരിക്കുന്നത്. ഗട്ട് ഹെൽത്തിന് മോര് ഏറ്റവും കൂടുതൽ സഹായിക്കുന്നു എന്നാണ്. ഈ ഗട്ട് ഹെൽത്ത് എന്ന് പറയുമ്പോൾ നിങ്ങൾക്കറിയാമോ, ഗട്ട് ബ്രെയിൻ തമ്മിൽ നല്ല ബന്ധമുണ്ട്. ബ്രെയിൻ സെൽസിൽ, അത് ഇപ്പോഴത്തെ സയൻസ് പറഞ്ഞതാണ്, ബ്രെയിൻ സെൽസിലെ പോലെ തന്നെയാണ് അബ്ഡോമിനൽ ഏരിയയിലുള്ള നമ്മളുടെ ഡൈജസ്റ്റീവ് സിസ്റ്റത്തിലെ സെൽസും ഏകദേശം പല രീതിയിലും വർക്ക് ചെയ്യുന്നത്. അങ്ങനെ നോക്കുമ്പോൾ ഗട്ടിൻ്റെ ആരോഗ്യമാണ് നമ്മുടെ ഓവറോൾ ഹെൽത്തിന് സഹായിക്കുന്നത്. ഗട്ട് ഹെൽത്തിന് സഹായിക്കുന്നു എന്ന് പറയുമ്പോൾ നിങ്ങൾ ആലോചിച്ച് നോക്കണം, എത്രയോ കാലങ്ങൾക്ക് മുമ്പ് ആയുർവേദം ഗട്ട് ഹെൽത്ത് അല്ലെങ്കിൽ നമ്മളുടെ ഡൈജസ്റ്റീവ് സിസ്റ്റത്തിൻ്റെ ഹെൽത്തിന് മോര് സഹായിക്കുന്നു എന്ന് പറഞ്ഞു വച്ചിട്ടുണ്ട്. ഇത് പൈൽസ് ഒഴിവാക്കും, ഒപ്പം നമ്മളുടെ മലം നന്നായി ഫോം ചെയ്യാനും അതിനെ പുറന്തള്ളി കളയാനും സഹായിക്കുന്നു. അതേസമയം തൈര് ജസ്റ്റ് ഓപ്പോസിറ്റാണ്. അത് പൈൽസ് ഉണ്ടാക്കാൻ നമ്മളെ ബോഡിക്ക് കാരണമാകുന്നു, കൂടാതെ കോൺസ്റ്റിപ്പേഷനും ഉണ്ടാക്കുന്നു. ഈ ഇൻഡസ്റ്റൈനൽ, അതായത് സ്മോൾ ഇൻഡസ്റ്റൈൻ, ലാർജ് ഇൻഡസ്റ്റൈൻ ഭാഗത്ത്, ലാർജ് ഇൻഡസ്റ്റൈനിലാണ് അബ്സോർപ്ഷൻ നടക്കുക. സ്മോൾ ഇൻഡസ്റ്റൈൻ ഡൈജഷൻ തുടങ്ങി പതുക്കെ പതുക്കെ അവസാന ഭാഗത്തേക്ക് പോകുമ്പോൾ അബ്സോർപ്ഷനിലേക്ക് വരും. അതുപോലെ ലാർജ് ഇൻഡസ്റ്റൈനിലാണ് ഈ അബ്സോർപ്ഷനും അതുപോലെ സപ്പറേഷനും, നല്ല ഭാഗവും ചീത്ത ഭാഗവും ഒക്കെ വേർതിരിക്കുന്ന പ്രവൃത്തി ഏറ്റവും കൂടുതൽ ചെയ്യുക. അപ്പോൾ ഈ രണ്ട് ഭാഗങ്ങളിലൊക്കെ ഇൻഡസ്റ്റൈൻ ഫ്ലോറ, അതുപോലെ ഇൻഡസ്റ്റൈൻ ലൈനിങ് എന്നൊക്കെ പറയും, ഈ ഭാഗങ്ങളിലൊക്കെ മോരിന് ഏറ്റവും നല്ല ഒരു പ്രവർത്തനം ചെയ്യാനുള്ളൊരു കഴിവുണ്ട്. ധാരാളം മൈക്രോ ന്യൂട്രിയൻസ് ഉണ്ട്.
ഈ മൈക്രോ ന്യൂട്രിയൻസ് ഉണ്ട് എന്നതിന് പുറമെ നമ്മളുടെ ശരീരത്തിനെ ഈ മൈക്രോ ന്യൂട്രിയൻസ് മുഴുവൻ അബ്സോർബ് ചെയ്ത് അത് ബോഡിക്ക് നല്ല രീതിയിൽ പ്രയോജനപ്പെടുത്താനും കൂടി നമ്മളെ മോര് സഹായിക്കും. ഇത്രയും കാര്യങ്ങൾ ഗട്ടിൻ്റെ ഭാഗത്ത് മോര് ചെയ്യുമ്പോൾ നമ്മൾക്ക് ഗ്യാസ് ഒഴിവാക്കും, അതുപോലെ മലബന്ധം ഒഴിവാക്കും, അതുപോലെ നമുക്ക് വിശപ്പ് ഇല്ലായ്മ, ഇൻഡൈജഷൻ, ദഹനക്കേട്, ഇങ്ങനെയുള്ള പ്രശ്നങ്ങളെല്ലാം മോര് സഹായിക്കും. വയറ് വീർക്കുന്നതൊക്കെ ഉണ്ടല്ലോ, ഇതെല്ലാം സഹായിക്കും. കൂട്ടത്തിൽ നമുക്ക് IBS എന്ന് പറഞ്ഞ രോഗമുണ്ടല്ലോ, അതായത് ഇറിറ്റബിൾ ബവൽ സിൻഡ്രോം. നമുക്ക് ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ അബ്സോർപ്ഷൻ, അതായത് ലാർജ് ഇൻറ്റസ്റ്റൈൻ ഭാഗത്താണ് അബ്സോർപ്ഷനും അതുപോലെ സപ്രേഷനും ഒക്കെ സ്മോൾ ഇൻറ്റസ്റ്റൈൻ്റെ എൻഡിങ്ങിലും ലാർജ് ഇൻറ്റസ്റ്റൈൻ ഭാഗത്താണ് നടക്കുക. അപ്പോൾ അവിടെയൊക്കെ ശരിക്കും പ്രവർത്തനം നടക്കാത്തത് കൊണ്ടാണ് ഈ പ്രശ്നം. ഈ ഭാഗങ്ങളെല്ലാം നന്നായി പ്രവർത്തിക്കുന്നതുകൊണ്ട് IBS നന്നായി പരിഹരിക്കും. ഇതിനു വേണ്ടി മോര് നമ്മളെങ്ങനെയാണ് പ്രയോജനപ്പെടുത്തേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, മാതള നാരങ്ങേൻ്റെ തൊണ്ട് നമ്മൾ നന്നായി കഴുകി വൃത്തിയാക്കി വെയിലത്തുവെച്ച് ഉണക്കി സൂക്ഷിക്കുക. ഞാൻ കിച്ചൺ ഫാർമസിയെക്കുറിച്ച് നിങ്ങളോടെല്ലാവരും ഓർമ്മിപ്പിച്ചല്ലോ. ഈ കിച്ചൺ ഫാർമസിയിൽ നമ്മൾ ഇങ്ങനെയുള്ള സാധനങ്ങൾ സൂക്ഷിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് വേണ്ട സമയത്ത് ഔഷധമായി പ്രയോജനപ്പെടുത്താം. നമ്മൾ യൂഷ്വലി ഉപയോഗിച്ച് വരുന്നതും ഇങ്ങനെയുള്ള ചെറിയ ചെറിയ കാര്യങ്ങളും. അപ്പോൾ ഇവിടെ ദാഡിമാഷ്ടക ചൂർണം, ദാഡിമാതി ഘൃതം, അഷ്ടചൂർണം, ഹിംഗുവഷ്ടക ചൂർണം, ഇങ്ങനെയൊക്കെ പറയുന്ന ഒരുപാട് മരുന്നുകൾ ആയുർവേദം മോര് ഉപയോഗിച്ചുകൊണ്ട് തന്നെ നന്നായി പ്രയോജനപ്പെടുത്തുന്നുണ്ട്. അപ്പോൾ വീട്ടിൽ ഉപയോഗിക്കാൻ നമുക്ക് മാതളത്തിൻ്റെ തൊലി നിങ്ങൾ നേരത്തെ പറഞ്ഞ പോലെ ഉപയോഗിച്ചാൽ മതിയാവും. ത്വക്കിന് നല്ലതാണ് മോര് എന്നാണ് പറയുന്നത്. അതായത് നമ്മുടെ ശരീരത്തിലെ ഡീഹൈഡ്രേഷൻ മുഴുവൻ ഒഴിവാക്കാൻ. അതിൻ്റെ കാരണം ഇതിൽ സോഡിയം പൊട്ടാസ്യം ബാലൻസ്, അതായത് ഇലക്ട്രോലൈറ്റ്സ് എല്ലാം തന്നെ ബാലൻസ്ഡ് ആക്കിയിട്ട് നിലനിർത്താൻ മോരിന് കഴിവുണ്ട്. അതുപോലെ വാട്ടർ കണ്ടൻറ്റ് ബോഡിയിലെ നന്നായി ക്രമീകരിച്ച് നിലനിർത്താൻ കഴിയും. അപ്പോൾ കിഡ്നിയുടെ പ്രവർത്തനത്തിന് സഹായിക്കും. സ്കിന്നിന് എന്തെങ്കിലും ഡാമേജ് വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് ഏജ് കൂടുതലായി തോന്നും, അത് നിങ്ങൾക്കറിയാലോ. അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ നമുക്ക് ഏജിൻ്റെ പ്രശ്നങ്ങൾ വന്നിട്ടുണ്ടെങ്കിൽ അതെല്ലാം സ്കിന്നിലാണ് ആദ്യം റിഫ്ലക്റ്റ് ചെയ്യുക. അപ്പോൾ ഈ ആൻറ്റി ഏജിങ് പ്രോപ്പർട്ടി മോരിനുള്ളത് കൊണ്ട് നമ്മളെ സ്കിന്നിൻ്റെ ഗ്ലോ നന്നായി നിലനിർത്താൻ സഹായിക്കും. ആയുർവേദത്തിൽ ഒരുപാട് മരുന്നുകൾ ഈ സോറിയാസിസ് പോലെയുള്ള രോഗങ്ങളിൽ, നിങ്ങൾക്ക് സോറിയാസിസ് അറിയുന്നതുകൊണ്ടാണ് ഞാൻ അതിൻ്റെ പേര് പറഞ്ഞത്. ആയുർവേദം 18 തരം സ്കിൻ പ്രോബ്ലത്തെക്കുറിച്ചാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഈ അസുഖങ്ങളിലെല്ലാം തന്നെയും മോര് പല രീതിയിൽ പല മരുന്നുകളുടെ കൂടെ ചേർത്തിട്ട് ഉപയോഗിക്കാറുണ്ട്. ലേപനമായിട്ടും അതുപോലെ ഇൻപേഷ്യൻ്റായിട്ട് പ്രയോജനപ്പെടുത്താൻ പറ്റുന്ന ചില ട്രീറ്റ്മെൻറ്റ്സ് ഉണ്ട്. തക്രധാര എന്ന് പറയുന്ന ഒരു ട്രീറ്റ്മെൻറ്റ് നമ്മൾക്ക് BP കൂടിയാലും അതുപോലെ ഇൻസോംനിയ, അതായത് ഉറക്കക്കുറവുണ്ടാവുമ്പോൾ, ടെൻഷൻ, സ്ട്രെസ്സ് വല്ലാതെ കൂടുമ്പോഴും ഒക്കെ നമുക്ക് തക്രധാര പ്രയോജനപ്പെടുത്താം. അതുപോലെ സ്കിന്നിന് സോറിയാസിസ് പോലെയുള്ള ചില രോഗങ്ങളിൽ വരുന്ന ബുദ്ധിമുട്ടുകൾ കൊണ്ട് തക്രധാര നമ്മളെ ശരീരത്തിൽ ആകമാനം ചെയ്യാറുണ്ട്. ഇതെല്ലാം വിദഗ്ധരായ ഡോക്ടേഴ്സിൻ്റെ നിർദ്ദേശപ്രകാരമാണ് ഇതെല്ലാം സെലക്ട് ചെയ്യുന്നത്. ഇതിൽ രോഗത്തിൻ്റെയും രോഗിയുടെയും ഒക്കെ നേച്ചറും അതിലെ ദോഷ ഇൻവോൾവ്മെൻറ്റും ദൂഷ്യവും കാലാവസ്ഥയും ഒരുപാട് കാര്യങ്ങൾ പരിഗണിച്ചുകൊണ്ട് ഇതിൽ ഉപയോഗിക്കുന്ന മരുന്നുകളും അതേപോലെ അതിൻ്റെ കോമ്പിനേഷൻസും ഒക്കെ വ്യത്യാസം ഉണ്ടാവും. നമ്മുടെ ശരീരത്തിൻ്റെ ഒരു താപനില ക്രമീകരിക്കാൻ മോരിന് പറ്റും. അതായത് ഒരു നാച്ചുറൽ കൂളൻ്റായിട്ട് പ്രവർത്തിക്കും. എന്നാൽ മിതശീതോഷ്ണ സ്വഭാവമാണ്. അതുകൊണ്ട് തന്നെ നമ്മളുടെ ഏതൊരവസ്ഥയിലും നമ്മുടെ ശരീരത്തിന് ചില പ്രത്യേക അസുഖങ്ങളൊക്കെ വരുമ്പോൾ ചൂട് കൂടാറുണ്ട്. കാലാവസ്ഥ പുറത്ത് വ്യത്യാസം വരുമ്പോൾ നമ്മുടെ ശരീരത്തിന് ചൂട് കൂടും. ഈ സമയത്തൊക്കെ മോര് നമുക്ക് നാച്ചുറൽ ആയിട്ടുള്ള ഒരു കൂളിംഗ് എഫക്റ്റ് തരും. സ്ത്രീകളിൽ മെനപ്പോസൽ ടൈം ആവുമ്പോൾ ഹോർമോണൽ വേരിയേഷൻസ് ഉണ്ടാവും. ഈസ്ട്രോജൻ ഹോർമോൺസിൻ്റെ വേരിയേഷൻ ഉണ്ടാവുന്ന സമയത്ത് വല്ലാതെ ബോഡിക്ക് ചൂട് കൂടുകയും മറ്റ് പലതരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ അനുഭവിക്കും. കാൽഷ്യം ഡെഫിഷ്യൻസി ഉണ്ടാവും. ഇത്തരം പ്രശ്നങ്ങളെല്ലാം തന്നെ ഇതിലെ മൈക്രോ ന്യൂട്രിയൻസ് പരിഹരിക്കും. അത്രയ്ക്ക് സൂക്ഷ്മമായ മൈക്രോ ന്യൂട്രിയൻസ് ധാരാളം ഉണ്ട്. എല്ലിനും പല്ലിനും ഇത് നന്നായി പ്രയോജനം ചെയ്യും.